സി എ കോഴ്സിൻ്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ ത്രൂ ഔട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് സി എ എക്സാംസിൽ നമുക്ക് ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് വേണം എന്നുള്ളത്. Now, ഞാനും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ മൈൻഡിൽ വന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, വട്ട് യു ആക്ച്വലി മീൻ ബൈ സ്മാർട്ട് വർക്ക്. ആൻഡ് ഞാൻ ഈ സ്മാർട്ട് വർക്ക് ആക്ച്വലി ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്മാർട്ട് വർക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ. എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യും, ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഡെഫിനേഷൻ ഓഫ് സ്മാർട്ട് വർക്ക് അതായിരുന്നു, ഞാൻ ഈ ചെയ്ത പോളിസിയാണ് ഇതിന് ക്രാക്ക് ചെയ്യാൻ വേണ്ടത് എന്നുള്ളത്. ഓർ നമ്മൾ ഒരുപാട് ക്ലിയർ ചെയ്ത ആൾക്കാരെ വരെ ഡിസ്കസ് ചെയ്യുമ്പോൾ വി കം ടു ദി കൺക്ലൂഷൻ ദാറ്റ് ഓക്കെ, നൗ ദാറ്റ് ഈസ് വാട്ട് സ്മാർട്ട് വർക്ക് എക്സാക്ട്ലി മീൻസ്. സോ നൗ ദി പോയിന്റ് ഇസ്, നിങ്ങളിത് ക്ലിയർ ചെയ്തോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല, എന്താണ് സ്മാർട്ട് വർക്ക് എന്നുള്ള ഡെഫിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്തോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല വാട്ട് മാറ്റേഴ്സ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ പറഞ്ഞ സെന്റൻസിലെ ലാസ്റ്റത്തെ വേർഡ് വർക്ക് വേണം. അതിന് നിങ്ങൾ ഇനി സ്മാർട്ട് വർക്ക് എന്ന് വിളിച്ചാലും ഹാർഡ് വർക്ക് എന്ന് വിളിച്ചു കഴിഞ്ഞാലും അതില്ലാതെ ഒരു പരിപാടി നടക്കൂല. സി എ കോഴ്സ് ക്ലിയർ ചെയ്ത എല്ലാവരും അത്യാവശ്യം നല്ല എഫേർട്ട് ഇതിലിട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. ബട്ട് വാട്ട് ഇഫ് ഐ ടോൾഡ് യു, എക്സാം അടുപ്പിച്ച് വരുമ്പോൾ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടറാണ് ഉള്ളത്, വിച്ച് ഈസ് നമ്മൾ മൈൻഡ് സെറ്റ്. ബിക്കോസ് അറ്റ് ദിസ് മൊമെൻറ്റ് വെൻ നമുക്കിനിയിപ്പോൾ എക്സാമിന് കുറച്ച് ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ, അപ്പോഴാണ് നമ്മളെല്ലാ ഡൗട്ട്സും നമ്മളെ മൈൻഡിൽ ക്രീപ്പിൻ ആവുക. ഞാൻ ഈ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യണോ, എന്നെ കൊണ്ട് ഇത് പോസിബിൾ ആവുമോ. ഇൻഫാക്ട് what I want to tell you is it is completely okay, നോർമലാണ്. ബിക്കോസ് ഈവൻ റാങ്ക് ഹോൾഡേഴ്സ് വരെ, ഞാൻ ഡിസ്കസ് ചെയ്ത ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സിന് വരെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, അവർക്ക് പോലും എക്സാം എഴുതുന്നതിന് മുന്നേ ഫീൽ ചെയ്തിരുന്നത് അവരെ കൊണ്ടത് പറ്റൂല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. ഇഫ് ദാറ്റ് ഇസ് ദ കേസ്, വാട്ട് ഈസ് ദി ആക്ച്വൽ തിങ് വിച്ച് ഡിഫറൻഷിയേറ്റ്സ് ഒരു സക്സസ്ഫുൾ ആവുന്ന ഒരു പേഴ്സണും ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു പേഴ്സണും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താ? കൺസിസ്റ്റൻ്റ്ലി എക്സാമിന് അപ്പിയർ ചെയ്യുക എന്നുള്ളത്. നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്, നിങ്ങളിപ്പോഴത്തെ ലെവൽ പ്രിപ്പറേഷൻ വെച്ചിട്ട് നിങ്ങൾക്കൊരു നിലക്കും ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ പോലും എക്സാം ഹാളിൽ അപ്പിയർ ആവണം, എക്സാം എഴുതണം. ഇനി ഒരു ഹോപ്പും ഇല്ല, സ്റ്റിൽ ഫൈൻ, നിങ്ങൾ എക്സാം ഫീസ് അടച്ചതല്ലേ, ICAക്ക് കുറച്ച് കോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി പോലെ ആൻസർ ഷീറ്റ്സ് കുറച്ച് ചിലവാകട്ടെ, എക്സാം ഹാളിൽ അപ്പിയർ ആവുക. ഇനി എക്സാം ഹാളിൽ അപ്പിയർ ആയി, ഫൈൻ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നല്ല ടഫായിരുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നല്ല ടഫായിരുന്നു, നമ്മൾ എന്നാലും ഫുൾ എഴുതുക. 3 മണിക്കൂറിന് മുന്നേ ഞാൻ എഴുതി കഴിഞ്ഞു, 3 മണിക്കൂർ കംപ്ലീറ്റ് ആവാതെ എക്സാം ഹാളിൽ പുറത്തിറങ്ങാൻ പാടില്ല. അതിനുള്ള മാക്സിമം ഇൻപുട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. യു ഡോണ്ട് നോ ദി ആൻസർ, സ്റ്റിൽ റൈറ്റ്. യെസ്, എക്സെപ്ഷൻ ഉണ്ട്. ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് MCQ ക്വസ്റ്റ്യൻസിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ദ മൊമെന്റ് യു ഫീൽ നിങ്ങൾ ഏകദേശം സേഫ് സ്പോട്ടിൽ എത്താനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, വെറുതെ കുറേ നെഗറ്റീവ് മാർക്ക് അങ്ങോട്ട് അടിച്ച് കയറ്റുക, അതൊക്കെ. ബട്ട് അതർവൈസ് ബാക്കി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സും മറ്റ് CA ഏത് സ്റ്റേജ് ഇന്റർമീഡിയറ്റ് ഫൈനൽ ആവട്ടെ, യു ഡോണ്ട് നോ ദി ആൻസർ, സ്റ്റിൽ യു സപ്പോസ് ടു റൈറ്റ്. ഇനി അതെല്ലാം കഴിഞ്ഞു, ആ സബ്ജക്റ്റ് നല്ല ടഫാണ്, നമുക്ക് യാതൊരു ഹോപ്പും ഇനി തോന്നുന്നില്ല ആ അറ്റംപ്റ്റ് കിട്ടും എന്നുള്ളത്, എന്നാലും ബാക്കിയുള്ള സബ്ജക്ട്സിലേക്ക് നമ്മൾ അപ്പിയർ ആവാം. ബിക്കോസ് ICയുടെ കോമൺ സൈക്കോളജിയിൽ പെട്ട ഒരു സംഭവമാണ്, എന്തായാലും എക്സ്പെക്ട് മാക്സിമം പ്രോബബിലിറ്റി ഫസ്റ്റ് എക്സാം നല്ല ടഫാക്കും, നമ്മളെ ഇമോഷണൽ ഇല്ലാതാക്കും. പക്ഷെ റിസൾട്ട് വരുമ്പോൾ പലപ്പോഴും ആ പേപ്പറിലല്ല നമ്മൾ മാർക്ക് കുറയാറുള്ളത്, ആ പേപ്പറിന്റെ ടെൻഷൻ അടിച്ചിട്ട് അടുത്ത നമ്മൾ പെർഫോം ചെയ്യേണ്ട പേപ്പറിലേക്കാണ് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക. ഈ പേപ്പറിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്, ഫസ്റ്റ് തിങ് അറ്റംപ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ എഴുതാൻ പോവുകയാണ്. സെക്കൻഡ് തിങ്, ക്വസ്റ്റ്യൻസ് അറിയില്ല എന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യും, 3 മണിക്കൂർ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്നത് ഉറപ്പ്. തേർഡ് തിങ്, സബ്ജക്ട് ടഫാണ്, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് അസ്, നമ്മൾ എന്തായാലും ബാക്കിയുള്ള സബ്ജക്ട്സിൽ നമ്മൾ അപ്പിയർ ആവും. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ, എക്സാം അടുപ്പിച്ച് വരുന്ന മൊമെൻറ്റിൽ മാക്സിമം നിങ്ങൾ കമ്പാരിസൺസ് ഫുൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ഇത്ര പഠിച്ചെത്തി, ഞാൻ അവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നത് ഈ മാരത്തോൺ വീഡിയോ കാണണം, ഈ ക്ലാസ് കാണണം, ആ ഫാക്കൽറ്റി ക്ലാസ് നല്ലതാണ്, ഈ ബുക്ക് നല്ലതാണ്. Now is not the time to plan, now is the time to stick to your plan. നിങ്ങൾ എന്താണോ ഇതുവരെ ചെയ്തു പോയത് ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ആക്ച്വലി മാറ്റേഴ്സ് നൗ. യെസ്, നിങ്ങളെ പ്രിപ്പറേഷനിൽ വന്ന ഷോർട്ട് ഫോൾസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക എന്നല്ല, അത് കംപ്ലീറ്റ്ലി ബുക്ക് മാറ്റുക, ക്ലാസ് മാറ്റുക, പാറ്റേൺ മാറ്റുക, ആ പരിപാടി ചെയ്യാനുള്ള ടൈമല്ല ഇപ്പോൾ ഉള്ളത്. ആൻഡ് ബിലീവ് ഇൻ യുവർ പ്രിപ്പറേഷൻ, ബിലീവ് ദാറ്റ് നിങ്ങൾ പഠിച്ച സ്ഥലത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്നുള്ളത്. ബിക്കോസ് ഇറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് അസ്. അത് വന്നില്ല എന്നുള്ളതല്ല, നമ്മൾ മൈൻഡ് കാമാവുക എന്നുള്ളതാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ക്വസ്റ്റ്യൻ നമുക്ക്, പേപ്പർ നമുക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോയിട്ട് എഴുതാൻ.
Another advice that I would want to say is, see, നിങ്ങൾ റാൻഡമായിട്ട് ഭയങ്കരമായിട്ട് ലക്കിൽ വിശ്വസിക്കുന്ന സംഭവം അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. യെസ്, കുറച്ച് എലമെന്റ് ഓഫ് ലക്കൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമുക്ക് ഹെൽത്ത് വേണം, ലക്ക് വേണം, പ്രിപ്പറേഷനൊക്കെ നല്ല റോളുണ്ട്. പക്ഷേ അതായത് ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോയി തപ്പി പിടിച്ച് കഴിഞ്ഞാലും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കണമെങ്കിൽ നോക്കിക്കോളി. ഏതറിയാം, നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഫാക്കൽറ്റി, നിങ്ങൾ ഒരുപാട് കാലം പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കറിയാം, പാറ്റേൺ നിങ്ങൾക്കറിയാം, നിങ്ങളെ പ്രിപ്പറേഷൻസ് ഏറെക്കുറെ സൈഡിൽ റെഡിയായി നിന്നു, ഇനി എന്തൊക്കെ നോക്കണം എന്ന് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നോക്കുക. അതല്ലാതെ ഈ പഠിക്കേണ്ട ടൈമിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇനിയുള്ള പെൻഡിങ് ഡേയ്സ് മൊത്തം ഏതൊക്കെ ഫാക്കൽറ്റി എന്തൊക്കെയെന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്ത് നോക്കാം എന്നുള്ള നിങ്ങളെ ഒരു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കരിയർ ജസ്റ്റ് വെറുതെ ഒരു ലക്കിൻ്റെ പിന്നാലെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ദർ ഇസ് നോ ഗ്യാരണ്ടി ഫോർ എനി ഓഫ് ദിസ്. ഏതൊരു ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് വന്നിട്ട് അനൗൺസ് ചെയ്യണം ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ബേസിസിലാണ് പറയുന്നത്? either ഞാൻ പഠിച്ച ഇത്രയും പഠിപ്പിച്ച ട്രെൻഡിൽ അല്ലെങ്കിൽ കണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ട്രെൻഡിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ ഏരിയയിൽ ചോദിച്ചിട്ടുണ്ട്, ഐ സി ഐ സംതിങ് വർ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ്. എസ്പെഷ്യലി ഇപ്പോൾ ന്യൂ സിലബസ് വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് ചെയ്തു, മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് ചെയ്തു, അത് നമ്മളെ ടൈം മാനേജ്മെൻറ്റും അവരെ ക്വസ്റ്റ്യൻ ആ ഒരു എക്സാം ഹോൾ ആ ഒരു പാറ്റേണിലേക്ക്, ലൈക്ക് ഇവർ ഓരോ ടോപ്പിക്കിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്ന് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റിസോഴ്സ് ആയിട്ട് മാത്രം കാണുക. അതല്ലാതെ ഐ കുഡ് ഓപ്പൺലി സേ ദാറ്റ് ഞാനിപ്പോൾ RTP വീഡിയോസ് ചെയ്യാറുണ്ട്, ബട്ട് ദാറ്റ് ഡസൻ മീൻ അതിൽ നിന്ന് ആ പാറ്റേണിൽ തന്നെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത് ഇല്ല. സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ചില സബ്ജക്ട്സിൽ വന്നിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് RTP ആവണമെന്നല്ല, അതിന് മുന്നത്തെ RTP അതൊക്കെ ഉണ്ട്. പക്ഷേ ദർ ഇസ് നോ ഗ്യാരണ്ടി ഞാനിപ്പോൾ ഒരു സാധനങ്ങളോട് ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും കമ്പൽസറി ആയിട്ട് പഠിച്ചു പോയിക്കോളൂ. ബിക്കോസ് ഇത് സ്കൂളല്ല, കോളേജല്ല, വേർ ബൈ ഒരു ടീച്ചറിൻ്റെ ഒരു മേജർ റോൾ നിങ്ങൾക്ക് ഈ ഏരിയ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി, അത് ഒരിക്കലും പറയാൻ പറ്റില്ല. ദ പോയിന്റ് ഇസ്, ഇനിയുള്ള ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ പ്ലാനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഓത്തൻറ്റിക് ആയിട്ടുള്ള സാധനം എന്താ, ICAI തന്നെ റിലീസ് ചെയ്തിട്ടുള്ള സെക്ഷൻ വൈസ് വെയിറ്റേജ് അല്ലെങ്കിൽ സ്കിൽ വൈസ് വെയിറ്റേജ് എന്നുള്ള ഡോക്യുമെൻ്റ് ICAIൻ്റെ സൈറ്റിലുണ്ട്. അതിൽ അവർ ക്ലിയർലി പറയുന്നുണ്ട്, ഈ ചാപ്റ്റർ നമ്മൾ ഇത്ര മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കും, ക്ലാസ് ഇൻ്റർവലായിട്ട് ഇത്ര മാർക്ക് തൊട്ട് ഇത്ര മാർക്ക് വരെയുള്ള ചോദിക്കും. അത് നമുക്ക് നമ്മളെ റിലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് അവർ ആ പാറ്റേൺ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാറുണ്ട്. Yeah, I wish you all the best. I want you to believe that your preparations are sufficient. ആ ഒരു ബിലീഫാണ് നമുക്ക് അറ്റ് ദിസ് പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ത്രൂ ഔട്ട് എക്സാം ഹാളിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും പേപ്പർ ടഫായി അങ്ങനെ നമ്മൾ ആ മൊമെൻറ്റ് പാനിക് ആവാതെ വി വർ ഓൺലി ഹിയർ, നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് ട്രൈ ചെയ്ത് എക്സാം എഴുതുക എന്നുള്ള ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രമേ നമ്മളിവിടെ വന്നിട്ടുള്ളൂ. ബാക്കി കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. നമ്മളെ പാരൻസിന് ഉണ്ടായിരുന്ന എക്സ്പെക്റ്റേഷൻ, സൊസൈറ്റിക്ക് ഉണ്ടായിരുന്ന എക്സ്പെക്റ്റേഷൻ, ടീച്ചേഴ്സിനുണ്ടായ എക്സ്പെക്റ്റേഷൻ, ഡീപ്പ് ഇൻസൈഡ് നമുക്ക് ഫീൽ ചെയ്യണം ഈ കോഴ്സ് ഡിസേർവ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് എഫേർട്സ് എന്നെ കൊണ്ട് പറ്റണമായി. നോ മാറ്റർ വാട്ട് ഹാവ് ഹാപ്പൻഡ്, ഇതുവരെ ഞാൻ എങ്ങനെയൊക്കെ ടൈം വേസ്റ്റ് ചെയ്തു, കാര്യങ്ങൾ എന്തൊക്കെ നടന്നു, എന്നെ കൊണ്ട് പറ്റണമാതിരി ഇനിയുള്ള റിമൈനിങ് കേസ് ഞാൻ മാക്സിമം ഇട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ബിലീഫ് നമുക്ക് സ്വയം ഉണ്ടെങ്കിൽ, നമുക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് നമുക്കുണ്ടെങ്കിൽ ആ റിഗ്രറ്റ് പിന്നെ ഉണ്ടാവില്ല നമുക്ക്. വാട്ട് എവർ ഹാപ്പൻസ് വിത്ത് ദ റിസൾട്ട്, ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു അഫക്റ്റ് ആഫ്റ്റർ ദാറ്റ്. ആൻഡ് യെസ്, CA എക്സാംസിൽ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. നിങ്ങളെ മാക്സിമം റിസൾട്ടിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ലോ ആക്കി വെക്കുക. ഞാനൊരു നെഗറ്റീവ് അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് അഡ്വേഴ്സ് സിറ്റുവേഷൻസ് എക്സാം ഹോളിൽ വന്നു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്കുണ്ടാവും. മൈസെൽഫ് ഷാനുൽ ഉസ്മാൻ, ലോ ഫാക്കൽറ്റിയാണ്, 14 years ആയിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട്. ഞാൻ നമ്മളെ റെക്കോർഡ് ക്ലാസ് ബുക്സിനൊക്കെ പുറമെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റെഗുലർ ബേസിസിൽ നമ്മൾ കോഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകാറുണ്ട്. ആൻഡ് നമ്മളൊരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, വേർ ബൈ ഐ എം ട്രൈയിങ് മൈ ബെസ്റ്റ് മാക്സിമം സ്റ്റുഡൻസ് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ റെലവെൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും റെലവെൻ്റ് ഉള്ള ഡൗട്ട്സ് ആണ് ഓരോരുത്തർ ചോദിക്കുന്നത്, ഞാൻ അതിൽ കൊണ്ടേ ഇടുള്ളൂ. അതല്ല ഒരു സ്റ്റുഡൻറ്റ് സ്പെസിഫിക് മാത്രമുള്ള ഡൗട്ട്, അതൊക്കെ ചിലപ്പോൾ ലൈക്ക് ദ പോയിന്റ് ഐ എം ട്രൈങ് ടു സേസ് അതിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഡൗട്ട്സും അത്രയും ഡൗട്ട്സ് വരുന്നുള്ളൂ എന്നുള്ളതല്ല. ഇഫ് യു ഓൾറെഡി ഫോളോയിങ് യു മൈറ്റ് ഹാവ് സീൻ, ഇപ്പോൾ CA ഇൻ്റർമീഡിയറ്റിലൊക്കെ എസ്പെഷ്യലി ഒരുപാട് ഡൗട്ട്സ് ഡെയിലി ബേസിസിൽ വരുന്നുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിലേക്ക് ഇടാത്ത ഡൗട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് വിച്ച് വെറുതെ എല്ലാവരും കൂടി കൺഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ട, ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് മാത്രം സോൾവ് ആക്കി കൊടുക്കുക എന്നുള്ളത്. സോ ഐ വിൽ ലിവിങ് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഇഫ് യു ഹാവൻ ജോയിൻഡ് ഇറ്റ്, ജോയിൻ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഡു യുവർ ബെസ്റ്റ്.